സമയം ഇപ്പം വൈകുന്നേരം 6:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒരു സ്റ്റേക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയി. അപ്പോൾ ഇവിടെ രാവിലെ നല്ല ഭംഗിയുള്ള കാപ്പിത്തോട്ടത്തിൻ്റെ വ്യൂ ആണ് നമുക്കിവിടെ കാണുന്നത്. ഇന്നലെ ഇവിടെ വൈകുന്നേരം എത്തുമ്പോൾ അല്പം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഓൺലൈനിൽ കണ്ട് ബുക്ക് ചെയ്തൊരു റൂമായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ നിന്ന് ഭംഗിയുള്ള വ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷെ താമസം അത്രക്കൊരു വലിയൊരു ഭംഗി ഉണ്ടായിരുന്നില്ല. റൂമൊക്കെ അത്യാവശ്യം അല്പം മോശമായിരുന്നു, എന്നാലും കുഴപ്പമില്ല. പക്ഷേ അത് അധികം സജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു റൂമാണ്. അപ്പോൾ ഇവിടെ ഭംഗിയുള്ള കാര്യമായിട്ട് കാണാൻ പറ്റുന്നത് ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി നല്ലൊരു കോടമഞ്ഞും ഒക്കെയുള്ള നല്ലൊരു പ്രഭാതമാണ് നമുക്കിവിടെ ഇപ്പോൾ കിട്ടുന്നത്. നല്ലൊരു കോടമഞ്ഞൊക്കെ നിറഞ്ഞ ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. ഇവിടെ 2 റൂംസ് വരുന്നുണ്ട്, താഴെയും മുകളിലുമായിട്ട്. അതുപോലെ ഞങ്ങൾ താമസിച്ച ഭാഗത്തും ഏകദേശം 10ഓളം റൂമുകളുണ്ട്. പക്ഷേ ഏകദേശം 2-3 റൂം മാത്രമേ ഇപ്പോൾ ഇവിടെ ബുക്കിംഗ് ആയിട്ടുള്ളൂ. ബാക്കി റൂമെല്ലാം കാലിയാണ്. അപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങി താഴോട്ട് ഭാഗത്താണ് എസ്റ്റേറ്റ് വരുന്നത്. അതുപോലെ നല്ലൊരു കോടമഞ്ഞൊക്കെയായി നല്ലൊരു ഭംഗിയുള്ളൊരു സമയം തന്നെയാണിപ്പോൾ. ഇവിടെ കൂർഗിലേക്ക് വരുമ്പോൾ ആദ്യമായി ഞങ്ങളുടെ മനസ്സിലുള്ളത് ഒരു എസ്റ്റേറ്റ് സ്റ്റേയും അതുപോലെ വാക്കിംഗ് ഒക്കെ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് കുറേ എസ്റ്റേറ്റൊക്കെ നോക്കിയിരുന്നു. അതൊക്കെ ചിലതൊക്കെ ഫുള്ളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ബുക്കിങ്ങൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഈവനിങ് വൈകുന്നേരം 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ വെറുതെ ഒന്ന് ഓൺലൈൻ നോക്കിയപ്പോൾ ഈ സ്റ്റേ കണ്ടത്. നല്ലൊരു ഭംഗിയുള്ള വ്യൂ ഒക്കെ ആയിരുന്നു ഇവിടുത്തേത്. അത്യാവശ്യം നല്ല രസമുണ്ട് ഇതിലൊക്കെ നടക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തതാണ്. ഇവിടെ അത്യാവശ്യം നല്ല പ്രൈവസി ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാപ്പിത്തോട്ടങ്ങളെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അധികം ഒച്ചപ്പാടൊന്നും ഇല്ലാത്ത നല്ലൊരു സൈലൻ്റ് ഏരിയ കൂടിയാണിത്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ താമസം അത്ര ഭംഗിയില്ലെങ്കിലും ഇവിടുത്തെ കാഴ്ചകളും അതുപോലെ എസ്റ്റേറ്റ് വോക്കൊക്കെ നല്ലൊരു രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി. ഇഡ്ഡലി, പോഹ അതുപോലെ ഓംലെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഏകദേശം 10 മണി കഴിഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് ചെക്കൗട്ടായി ഇറങ്ങി. ഞങ്ങൾ അടുത്ത യാത്ര പോകുന്നത് നേരെ അബി ഫോൾസിനടുത്തായിട്ടുള്ള മണ്ടൽപ്പെട്ടി പീക്കിലേക്കാണ്. ഇവിടെ അതുപോലെ അബി ഫോൾസും കാണുന്നുണ്ട്. അപ്പോൾ നേരെ ജീപ്പ് സഫാരിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോയി കാണണം. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. ഇവിടെ മടിക്കേരി ടൗണിൻ്റെ പരിസരത്ത് അടുത്തായിട്ട് തന്നെയാണ് ഒരുവിധം ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഉള്ളത്. അബി ഫോൾസ് വരുന്നത് ഏകദേശം 6-7 കിലോമീറ്ററിനകത്ത് തന്നെയാണ്. അതുപോലെ ഈ മണ്ടൽപ്പെട്ടി പീക്സും ഏകദേശം 20 കിലോമീറ്ററിന് ഉള്ളിലായിട്ടാണ് വരുന്നത്. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇവിടെ എത്തി. ഹാരംഗി നദിയാണ് താഴെ കാണുന്നത്. ഇവിടെ അതിനടുത്തുള്ള ഒരു ബ്രിഡ്ജുണ്ട്. മണ്ടൽപ്പെട്ടി ബ്രിഡ്ജിൻ്റെ സമീപത്തുള്ള ട്രക്കിംഗ് പോയിൻ്റ് ഞങ്ങൾ ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ഭാഗത്തും ഉണ്ട്. അതുപോലെ അബി ഫോൾസിൻ്റെ ഭാഗത്തും ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. അങ്ങനെ അല്പനേരത്തെ തെരച്ചിനൊടുവിൽ ഒരു ജീപ്പ് സെറ്റായി. അത്യാവശ്യം ആൾക്കാരായാലും മാത്രമേ ജീപ്പ് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ജീപ്പ് തന്നെ ഞങ്ങൾ ഒരു റെൻ്റ് എടുത്ത് പോകേണ്ടി വരും. അതിന് ഏകദേശം 1500 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ജീപ്പിന്. അതല്ലെങ്കിൽ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് പോകാൻ പറ്റും. ഏകദേശം പെർ ഹെഡ് 300 രൂപയാണ് ചാർജ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളും കൂടെ ഒരു 3-4 പേർ വേറെയുണ്ട് ജീപ്പിൽ. അങ്ങനെ ഇവിടെ നിന്നും യാത്ര തുടങ്ങി. ഇവിടെയാണ് ഇതിൻ്റെ മറ്റൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. പ്രൈവറ്റ് വണ്ടി നമുക്ക് ഏകദേശം ഇവിടം വരെ വരാൻ പറ്റുന്നുണ്ട്. പക്ഷേ ജീപ്പ് നമുക്ക് കാര്യമായി നേരത്തെ കണ്ട സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ നിന്നുമാണ് കാര്യമായിട്ട് കിട്ടുക. ഇവിടെ നിന്ന് ഒക്കെ കുറവായിരിക്കും ചിലപ്പോൾ. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീ 50 രൂപ പെർ ഹെഡ് കൊടുക്കണം. അതും കൊടുത്ത് നേരെ മുകളിലേക്ക് കയറി. ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രൈവറ്റ് വണ്ടി അലൗഡ് അല്ല. ഇവിടെയുള്ള ഫോറസ്റ്റിൻ്റെ ഈ ജീപ്പ് സഫാരി മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ. അതും നല്ല 4x4 ജീപ്പ് തന്നെ ആയിരിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് നല്ല വഴി അല്പം ബുദ്ധിമുട്ടുള്ള വഴിയാണ്.
നല്ല കയറ്റങ്ങളും പാറക്കെട്ടുകളും ഒക്കെയായി വളരെ ഒരു അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡാണ് നമുക്ക് ഈ വഴി കിട്ടുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ വരേണ്ട ടൈം വരുന്നത് ഏകദേശം രാവിലെ വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോഴേക്കും ഒരു മൂടൽ മഞ്ഞിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുക. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുമാണ്. പക്ഷേ എന്നാലും നല്ല ഭംഗിയുള്ള കാഴ്ച നമുക്ക് ഈ ഒരു ഭാഗത്തും കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ഓഫ് റോഡ് തന്നെയാണ് പോകുന്നത്. അതുപോലെ വണ്ടി നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് കാര്യമായി വീഡിയോ എടുക്കുമ്പോഴും വല്ലാതെ ഷെയ്ക്കാവുന്നുണ്ട്. എന്നാലും നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു വഴി തന്നെയാണിത്. തീർച്ചയായും ഓഫ് റോഡ് ജീപ്പ് റൈഡ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണിത്. അങ്ങനെ ഇവിടെ എത്തുമ്പോഴേക്കും നല്ല ഭംഗിയുള്ള പുൽമേടുകളൊക്കെയായി നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ദൂരെയായി പശുക്കിടങ്ങളൊക്കെ നെയ്യുന്ന ഒരു നല്ല കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മുകളിലേക്ക് കയറി വരുന്തോറും കാഴ്ചകളുടെ ഭംഗിയും കൂടി വരുന്നുണ്ട്. അങ്ങനെ അല്പം കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ബാക്കി നടന്ന് കാണണം. ഏകദേശം 200 മീറ്ററോളം നടന്നൊരു പോയിന്റ് ഉണ്ട്. അവിടം വരെ കയറിയ ശേഷം നമുക്ക് നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോയിന്റിലെത്തി. ഇവിടെ നിന്നും വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 200 മീറ്ററോളം നടന്ന് കയറാനുണ്ട്. ഇവിടെ അത്യാവശ്യം ബാത്റൂം സൗകര്യങ്ങളും അതുപോലെ വിശ്രമിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ നിന്നും നടന്ന് മുകളിലേക്ക് കയറാനാണ് വേണ്ടത്. മണ്ടൽപ്പെട്ടി പീക്ക് കർണാടകയിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊന്നാണ്. ഏകദേശം 1900 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭംഗിയുള്ളൊരു പ്രദേശമാണ് ഇവിടം. നവംബർ ടു ജനുവരി വരെയാണ് ഇവിടുത്തെ ഒരു സീസൺ വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള പുൽമേടുകളും അതുപോലെ കോടമഞ്ഞൊക്കെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരിക്കും ഇവിടെ. ഞങ്ങൾ വന്നതിന് ഏകദേശം ഒരു നട്ടുച്ച സമയത്താണ്. അതുകൊണ്ട് തന്നെ കാര്യമായി നല്ല വെയിലൊക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം കാലാവസ്ഥയൊക്കെ മാറി, നല്ല കോടമഞ്ഞൊക്കെ ആയി, നല്ല തണുപ്പും ഉണ്ട്. അതുപോലെ നല്ലൊരു ഫീല് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ നേരത്തെ കുറച്ചുകൂടി രാവിലെയൊക്കെ ആയിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. അപ്പോൾ എന്തായാലും വന്നത് തീർച്ചയായും നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയും അനുഭവമായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. വണ്ടിക്ക് ഒരു സൈഡ് വരുന്നത് ഏകദേശം അരമണിക്കൂറോളം യാത്രാ സമയം എടുക്കുന്നുണ്ട്. അതായത് തിരിച്ചിറങ്ങാനും ഏകദേശം അരമണിക്കൂറിനടുത്ത് വേണം. ഏകദേശം മൊത്തത്തിൽ 1-2 മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായി അവിടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് തിരിച്ച് വരാൻ പറ്റും. തീർച്ചയായും അതിന് നല്ല സമയം കൂടി തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. ഒന്നുകിൽ അതിരാവിലെ വരിക, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ടൈം തിരഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുപോലെ വഴികളും അത്യാവശ്യം നല്ല രീതിയിൽ മോശമുള്ള വഴികളാണ്. കുറച്ച് ഓഫ് റോഡ് നല്ല രീതിയിൽ നമുക്ക് ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ്. അതുപോലെ ഇവിടുത്തെ മെയിൻ സീസൺ വരുന്നത് നവംബർ ടു ജനുവരി ഫെബ്രുവരി വരെയാണ്. അപ്പോൾ ആ സമയം കൂടി തിരഞ്ഞെടുക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇവിടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇവിടെ നേരത്തെ കണ്ട പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്.
നല്ലൊരു അടിപൊളി യാത്ര തന്നെയായിരുന്നത്. കൂർഗിലൊക്കെ വരുന്നവർ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു റൂട്ട് തന്നെയാണിത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ജീപ്പ് സഫാരിയും അതുപോലെ മലമുകളിലെ നല്ല ഭംഗിയുള്ള കാഴ്ചയൊക്കെ തീർച്ചയായും മിസ്സാക്കാതെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഞങ്ങളുടെ അടുത്ത സ്പോട്ട് വരുന്നത് അബി ഫോൾസിലേക്കാണ്. ഇവിടെ നിന്നും ഏകദേശം 15 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മണ്ടൽപ്പെട്ടി പീക്കിലേക്ക് 2 സ്പോട്ട് ഉണ്ട്. ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്ന 2 സ്പോട്ട് വരുന്നുണ്ട്. ഒന്ന് അബി ഫോൾസിലേക്ക് പോകുന്ന വഴിയിലുണ്ട്, അതുപോലെ നേരത്തെ ഹാരംഗി റിവറിനടുത്തുള്ള ബ്രിഡ്ജിനടുത്തും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. അബി ഫോൾസിലേക്ക് വരുന്ന വഴിയിലുള്ള ജീപ്പ് സഫാരി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നേരെ അബി ഫോൾസിലേക്ക് കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അബി ഫോൾസിനടുത്തെത്തി ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവിടെ. അങ്ങനെ അല്പനേരത്തെ നടത്തത്തിന് ശേഷം ഞങ്ങൾ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. വെള്ളം അല്പം കുറവാണ്, എന്നാലും ഒരു ഭംഗിയുണ്ട് കാണാൻ നല്ല. അങ്ങനെ അവിടുത്തെ കാഴ്ചയും കണ്ട് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഇനി അടുത്ത യാത്ര നേരെ കുശാൽ നഗറിലേക്കുള്ള ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോകുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴൊക്കെ ഒരു നിസാർഗദ്ദാമ ഉണ്ട്, ഒരു പാർക്കാണ്. അത് അവിടെയും കാണണമെന്നുണ്ട്, പക്ഷെ അതിന് സമയമുണ്ടാവുമെന്ന് അറിയില്ല. ഏകദേശം മടിക്കേരി ടൗണിൽ നിന്ന് 30 കിലോമീറ്ററോളം ഉണ്ട് കുശാൽ നഗറിലേക്കുള്ള യാത്ര. അങ്ങനെ അല്പനേരത്തെ ഏകദേശം 1 മണിക്കൂറിനടുത്ത് യാത്ര എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ നിന്നും അവിടുത്തെ തിബത്തൻ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു മോമോസും ഒരു നൂഡിൽസും ഒക്കെ കഴിച്ചു. നല്ലൊരു ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു അത്. ഒരു ടിബറ്റൻ സ്പെഷ്യൽ നൂഡിൽസ് സൂപ്പും അതുപോലെ ഒരു ഫ്രൈഡ് മോമോസും അതുപോലെ ഒരു സ്റ്റീം മോമോസ് ആയിരുന്നു വാങ്ങിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മൊണാസ്ട്രിയിലേക്ക് നടന്നു. നംറോളിംഗ് മൊണാസ്ട്രി കുശാൽ നഗർ മൈസൂർ റോഡിലുള്ള ബൈലക്കുപ്പയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും എൻട്രൻസ് കയറി വരുമ്പോൾ തന്നെ ഞങ്ങളുടെ ഇവിടെ ലാമമാർ താമസിക്കുന്ന കെട്ടിടങ്ങളും ഒക്കെ കാണാം. അതും കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോൾ ഏകദേശം 3-4 ക്ഷേത്രങ്ങൾ അകത്തുണ്ട്. ഇവിടെ ഒരു പ്രധാന ക്ഷേത്രം കാണാം. ഈ ക്ഷേത്രം എല്ലാ ദിവസവും തുറക്കാറില്ല, ചില വിശേഷ ദിവസങ്ങൾ മാത്രമേ തുറക്കാറുള്ളൂ എന്നാണ് പറഞ്ഞത്. തിബറ്റിൽ നിന്നും 1959 ചൈനയുടെ ആക്രമണങ്ങൾ ഭയന്ന് അവിടെ നിന്ന് നാടുവിട്ട ലാമമാർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമായി അവരുടെ സെറ്റിൽമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നോർത്ത് ഈസ്റ്റിലും അതുപോലെ ഹിമാചൽ പ്രദേശിലും ഒക്കെയുള്ള അവരുടെ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞാൽ അടുത്തതായി ഏറ്റവും വലിയൊരു സെറ്റിൽമെൻറ്റാണ് കുശാൽ നഗറിലെ ബൈലക്കുപ്പയിലുള്ളത്. ഇവിടെ കോമ്പൗണ്ടിനകത്തായി 4ഓളം ക്ഷേത്രങ്ങളാണുള്ളത്. അതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഓരോന്നും ഓരോ രീതിയിലും വ്യത്യസ്തമാണ്. അതുപോലെ ചുമരിലൊക്കെ വളരെ ഭംഗിയുള്ള പല ഡിസൈനുകളും വർക്കും ഒക്കെ ചെയ്ത് കാണാനും നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഓരോ പ്രധാന ബുദ്ധ സന്യാസിമാരുടെ പ്രതിമകളും നമുക്ക് ഇവിടെ കാണാം. അതിനോടൊപ്പം ശ്രീബുദ്ധൻ്റെ പ്രതിമയും ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് മറ്റൊരു ക്ഷേത്രത്തിനകത്താണിത്. അവിടെയും കാഴ്ചകൾ അല്പം വ്യത്യസ്തമാണ്. ഇവിടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിലായി പെപ്സിയും കോളയൊക്കെ കാഴ്ചവെച്ചിരിക്കുന്നതും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയും ഒരുപാട് തരത്തിലുള്ള പെയിൻറ്റിങ്സ് അതുപോലെ നല്ല കളറിംഗ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നതും കാണാം ഇവിടെ. ഇവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ ക്ഷേത്രമാണിത്, പത്മസംഭവ ബുദ്ധിസ്റ്റ് വിഹാര. ഇതിന് മുമ്പിലായി നല്ല രീതിയിൽ ഗാർഡനൊക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വലിയ ക്ഷേത്രം തന്നെയാണിത്. അതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല രീതിയിൽ ഭംഗിയാക്കി പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ലൊരു കളർ കോമ്പിനേഷൻ ഒക്കെ ചെയ്ത് നല്ലൊരു സ്ഥലം തന്നെയാണിത്.
ഇവിടെ അകത്തും ഒരുപാട് പെയിൻറ്റിംഗ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ വലിയൊരു ഹാളും കൂടിയാണ് ഇവിടെ. വലിയൊരു ക്ഷേത്രമായതുകൊണ്ട് തന്നെ നല്ലൊരു വിസ്താരമുള്ളൊരു ഏരിയ കൂടിയുണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് പ്രധാനമായും കാണാൻ പറ്റുന്നത് നടുവിലായി ശ്രീബുദ്ധൻ്റെ പ്രതിമയും അതിന് ഇരുവശത്തുമായി പത്മസംഭവയും അതുപോലെ അമിതായുസിൻ്റെ പ്രതിമയും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത് സ്വർണം പൂശിയതാണെന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഭാഗങ്ങളിൽ ഇരുവശത്തുമൊക്കെയായി ഒരുപാട് ബുദ്ധ സന്യാസിമാരുടെയും പ്രതിമകളും അതുപോലെ അവരുടെ ഫോട്ടോയും ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ അല്പനേരം ചിലവഴിച്ചു. ഇവിടെ നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും അതുപോലെ നല്ലൊരു വൈബൊക്കെയുള്ള സ്ഥലം തന്നെയാണ്. മുമ്പും 2-3 തവണ ഇവിടെ വന്നിട്ടുണ്ട്. നല്ലൊരു സൈലൻ്റ് അറ്റ്മോസ്ഫിയറും കൂടിയാണ് ഇവിടെ വരുന്ന ഞങ്ങളെപ്പോലെയുള്ള സഞ്ചാരികളുടെ ഒച്ചപ്പാടുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നിശബ്ദമാണ്, ശാന്തമാണ്. കൂർഗിൽ ഞങ്ങളുടെ ഒരു പ്രധാന സ്പോട്ടായിരുന്നു മണ്ടൽപ്പെട്ടി പീക്ക്. അത് കവർ ചെയ്യാൻ സാധിച്ചു. അതുപോലെ ദുബായ് എലിഫൻറ്റ് ക്യാമ്പും അത് നിസർഗധാമ ഉണ്ടായിരുന്നു. അതും രണ്ടും കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് സമയക്കുറവ് മൂലം അത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി മൊത്തത്തിൽ നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു. തീർച്ചയായും നല്ല കാഴ്ചകളൊക്കെ ആയി നല്ലൊരു എൻജോയ് ചെയ്ത ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഡ്രീംസ്.